കേരള സ്റ്റേറ്റ് അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2023 ഇറങ്ങിയ സിനിമകൾക്കുള്ള അവാർഡുകളാണ് ഈ 2024 ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി എൻ്റെ അഭിപ്രായം ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഞാൻ ജൂറിയെ മാനിക്കുന്നു, അവരുടെ എല്ലാ സംഭവങ്ങളും മാനിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താമെന്ന് വിചാരിച്ച് നിങ്ങളിൽ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. ബെസ്റ്റ് സിനിമ കാതൽ ദി കോർ, കിഡിലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഒരു ഗേ റിലേഷൻഷിപ്പിനെ ഇത്രയും നീറ്റായിട്ട് കാണിച്ച ഒരു സിനിമ ഞാൻ വേറെ കണ്ടിട്ടില്ല മലയാളത്തിൽ. അത്രയും അടിപൊളിയായിട്ട് കാണിച്ചൊരു സിനിമയായിരുന്നു. ഞാൻ എൻ്റെ ആ സിനിമ കണ്ടുള്ള അഭിപ്രായം നമ്മുടെ ചാനലിൽ ഇട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞിരുന്നതാണ് അതേ കാര്യം. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിനകത്ത് രണ്ടുപേരുടെയും ആക്ടിങ്, ആക്ട്രസ്സായ ജ്യോതികയുടെയും ആക്ടറായ മമ്മൂക്കയുടെയും ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. മകളായിട്ട് അഭിനയിച്ച അനഘയുടെ ആക്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ അതിനകത്ത് സപ്പോർട്ടിങ് റോൾ ചെയ്ത മച്ചാൻ, മമ്മൂക്കയുടെ ആ ഒരു പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ലവ് ഇൻട്രസ്റ്റിൻ്റെ ക്യാരക്ടർ ചെയ്ത ആ മച്ചാനും വേറെ ലെവൽ ആക്ടിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുണ്ട്. ബെസ്റ്റ് ഫിലിം കാതൽ ദി കോർ ആണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബെസ്റ്റ് സിനിമ ആടുജീവിതത്തിനും കിട്ടണമെന്നുള്ള. കാരണം അത്രയും മികച്ച രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആടുജീവിതം എന്നുള്ള ബുക്കിനെ വെച്ച് ഞാൻ ഒരിക്കലും അത് കമ്പയർ ചെയ്യുന്നില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സിനിമയാണ്. സിനിമ മാത്രമായിട്ട് കണ്ടാൽ മതി, ബുക്കായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻസ്പയർഡ് ഫ്രം ദ ബുക്ക്, അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ ആണെങ്കിൽ പോലും ഈവൻ റൈറ്റർ ബെന്യാമിൻ തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് കുറേ പേർക്ക് കുറേ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രില്യൻറ്റ് സിനിമയായിരുന്നു, വേറെ ലെവൽ ബ്രില്യൻറ്റ് സിനിമ. അതുകൊണ്ട് തന്നെ ആടുജീവിതത്തിന് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാതലിന് കിട്ടിയതിൽ സന്തോഷമുള്ളൂ. ബെസ്റ്റ് ആക്ട്രസ് ഉർവശി ഉള്ളൊഴുക്ക്, ബീന ആർ ചന്ദ്രൻ തടവ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. ഉർവശി ഉള്ളൊഴുക്ക് വെൽ ഡിസേർവ്ഡ്. അത്ര കിടിലൻ പെർഫോമൻസ്, അമ്മാതിരി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈവൻ എൻ്റെ അമ്മ ആ സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് എന്തൊരു അഭിനയമാണ് ഉർവശി എന്നുള്ളതാണ്. കുറേ നാൾക്ക് ശേഷം ഉർവശിയുടെ ഈ ലെവൽ ഒരു പീക്ക് പെർഫോമൻസ് കാണാൻ പറ്റി. ആ സിനിമയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇതൊരു റിമൈൻഡറാണ്. ഉർവശി എന്നുള്ള നടിയുടെ കേപ്പബിലിറ്റിയുടെ റിമൈൻഡർ. ആ റിമൈൻഡർ ഇപ്പോൾ റിവാർഡഡ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടും ഡിസർവിങ് ആണ്. ഒരു ആളെയും കൂടെ പറയാനുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജ്യോതിക ഇൻ കാതൽ അത്രയും കിഡിലൻ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതും ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഈക്വൽ രീതിയിൽ കൊടുക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ ജൂറി വേറെ രീതിയിലായിരിക്കും അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് കൊടുക്കാതെ പോയത്. പക്ഷേ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ കൊല്ലത്തെ ബെസ്റ്റ് പെർഫോമൻസിൽ തീർച്ചയായിട്ടും ഒരു ഫീമെയിൽ ആക്ട്രസിൻ്റെ ഒരു ഇതിൽ ഡെഫിനറ്റ്ലി ജ്യോതികയുണ്ട് എൻ്റെ മനസ്സിൽ. അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിങ് റോള് പൃഥ്വിരാജ് സുകുമാരൻ. ഐ ആം സോ ഹാപ്പി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ആം സാഡ് ഓൾസോ. കാരണം അത് വേറെ ഒന്നുമല്ല, എൻ്റെ മനസ്സിൽ പൃഥ്വിരാജിന് മോർ ദാൻ ഡിസേർവിങ് ആണ്, ഒന്നും പറയാനില്ല. ഫോർ ഹിസ് ഡെഡിക്കേഷൻ, ഷിയർ ഡെഡിക്കേഷൻ ഫോർ ദാറ്റ് മൂവി, ഇത്രയും കൊല്ലം ഡെഡിക്കേഷൻ ചെയ്തതിനും അമ്മാതിരി ലെവലിൽ ഒരു പെർഫോമൻസ് തന്നതിനും എല്ലാത്തിനും. ആ ഒരു ഡ്രസ്സ് ഊരി വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കുളിക്കാൻ പോകുന്ന ഒറ്റൊരു സീൻ മാത്രം മതി, അത് മാത്രം മതി. ഞാൻ മറ്റേ ആ സിനിമ കണ്ടപ്പോൾ പറഞ്ഞത് കൊണ്ടു അവാർഡ് ആ സീനായിരുന്നു. പക്ഷേ സങ്കടം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. സങ്കടം വേറൊന്നുമല്ല, 3 സിനിമയാണ് മമ്മൂക്ക ഉണ്ടായിരുന്നത്, 3 പടം. ഹി ഓൾസോ ഡിസേർവ്ഡ് ഇറ്റ്. അതേപോലെ ജോജു ചേട്ടൻ ഇരട്ട. എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? ആ സിനിമയിൽ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അറിയാമോ? അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കഴിഞ്ഞ കൊല്ലം ഈ 3 പേരും തുല്യ അർഹതപ്പെട്ടവരാണ്. അമ്മാതിരി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവർ ചെയ്തു വെച്ചത്. അമ്മാതിരി കിടിലൻ പെർഫോമൻസ്. ഇത് പറയുമ്പോൾ എനിക്ക് വീണ്ടും രോമാഞ്ചം വരികയാണ്. കാരണം ഈ 3 പേരും മുതൽക്കൂട്ടാണ്. ചോദിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ നേരിട്ടിട്ടപ്പോൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ ഇത്രയും കാലം എന്നുള്ളത്. ഞാൻ ചോദിച്ചതാണ്, നേരിട്ട് ചോദിച്ചതാണ്. ഹി ഓൾസോ ഡിസേർവ്ഡ് ബെസ്റ്റ് ആക്ടർ. കാരണം അത്ര കിടിലൻ മമ്മൂക്കയായാലും ജോയിച്ചേട്ടനായാലും ദേ ഡിസേർവ്ഡ് ഇറ്റ്, അതൊന്നും പറയാനില്ല. ബെസ്റ്റ് ഡയറക്ടർ ബ്ലെസ്സി. ഇത്രയും കൊല്ലം എടുത്ത് ഒരു സിനിമ ചെയ്തിട്ട് വേറെ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? വേറെ ആർക്കിത് കൊടുക്കണം? ബെസ്റ്റ് ഡയറക്ടർ വേറെ ആൾക്ക് ഡിസർവിങ് ഉണ്ടെങ്കിൽ അതെൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ജൂഡ് ആൻ്റണി ജോസഫാണ്. ആ ലെവൽ രീതിയിൽ നമ്മൾ ഫ്ലഡിനെ കുറിച്ചൊരു സിനിമ എടുത്തതിന് ഹി ഓൾസോ ഈക്വലൻ്റ്ലി ഡിസേർവ്സ് ദ ബെസ്റ്റ് ഡയറക്ടർ. കാരണം അത്ര കിടിലനായിട്ടാണ് ആ സിനിമ എടുത്തു വെച്ചത്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് മെയ്ഡ്
ഇൻ മലയാളം എന്ന് ഞാൻ പറയും. കാരണം അത്രയും കിഡിലാണ് അതിൻ്റെ ഡയറക്ഷൻ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ബെസ്റ്റ് എഡിറ്റിംഗ് സംഗീത് പ്രതാപ്, ലിറ്റിൽ മിസ് റാവുത്തർ. ഇവിടെ സംഗീത് പ്രതാപ് നമ്മുടെ പ്രേമല്ലൂലുള്ള അമൽ ഡേവിസ് അല്ലേ ഇത്? അല്ല, ബെസ്റ്റ് എഡിറ്റിംഗ് അവനാ. അവൻ എഡിറ്ററാന്നറിയാം, പക്ഷെ ലിറ്റിൽ മിസ് റാവുത്തറ അതിനാണ് കിട്ടിയിരിക്കുന്നത്. ഇടി അപ്പൊ ആഡ് ചെയ്തതിന്റെ എഡിറ്ററാ. വേറെ എന്തോ ഒരു സിനിമ 2018 എഡിറ്ററാ. ഇടേ ഈ ലിറ്റിൽ മിസ് റാവുത്തർ പടം ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. എനിക്കൊരു പിടുത്തമില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അത് അതിന് മാത്രം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണ പടമാണോ? എനിക്കറിയാൻ പാടില്ല കേട്ടാ. അമൽ ഡേവിസ് ഇവിടെ മച്ചാനെ നീ അവാർഡ് പിടിച്ചു, അത് സ്റ്റേറ്റ് അവാർഡ്. പൊളിച്ച് അത് കൊള്ളാല, തകർത്തിട്ടാ അത്. പക്ഷെ അപ്പൊ അതൊക്കെ മേലെയാണ് ഇതിലെ എഡിറ്റിങ്. 2018 ആഡ് ചെയ്തതിനേക്കാളും വലിയ എഡിറ്റിംഗ് ഉള്ള ഒരു പടവും. ഓക്കെ, കാണുമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സിനിമ കേട്ടോ. ഗൗരി കൃഷ്ണനാണ് അഭിനയിക്കുന്നതെന്ന് അറിയാം, നടൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടില്ല, ആ പടം ഞാൻ മിസ് ചെയ്ത് പോയതാണ്. അതിന് മാത്രം എഡിറ്റിംഗ് ഉണ്ടായിരുന്നു ആ പടത്തിൽ. ഇപ്പം എന്തായാലും കാണുമല്ലോ, കാണാം. സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ഇരട്ട, രോഹിത് MG കൃഷ്ണൻ. ബ്രോ യു ഡിസർവ് ഇറ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 3 സിനിമകൾ കണ്ടിട്ടാണ് അതുപോലെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ളത്. മൂന്നല്ല, കുറേ വേറെ സിനിമകളുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇരട്ടയുടെ ഒരു കോൺസെപ്റ്റിൽ തന്നെ വേറെ കൊറിയൻ മൂവി ഉണ്ട്, ഈ അടുത്തൊരു തമിഴ് മൂവിയും വന്നിരുന്നു. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഭൂലോക സസ്പെൻസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആരെങ്കിലും ഈ 3 സിനിമകൾ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കൊളാവരുതെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. 3 സിനിമകൾ, ആ കൊറിയൻ പടവും, വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ കൊറിയൻ പടവും, കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഇരട്ടയും, ഇക്കൊല്ലം ഇറങ്ങിയ വിജയ് സേതുപതിയുടെ ഒരു സിനിമ. എൻ്റെ പൊന്നോ, അതിൻ്റെ ക്ലൈമാക്സ്. ഇരട്ട ഫോർ രോഹിത് MG കൃഷ്ണൻ. മാൻ, യു ആർ സോ ഡിസേർവിങ്. പറയാതിരിക്കാൻ വയ്യ. വീണ്ടും ഞാൻ പറയാണ്, ചോദിച്ചിട്ട് ഐ എം സോ ഹാപ്പി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാര്യത്തിൽ. ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ഫീമെയിൽ, തെന്നൽ അഭിലാഷ്. ശേഷം മൈക്കിൾ ഫാത്തിമ. ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ഈവൻ കുറേ പേര് കളിയാക്കുന്നുണ്ട്, കല്യാണി പ്രിയദർശനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാവോ, കല്യാണി സ്വയം വോയിസ് ചെയ്താണ് ആ സിനിമ അഭിനയിച്ചിരിക്കുന്നത്. അത് എളുപ്പ പരിപാടിയല്ല ആ സിനിമ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കമൻട്രി പറയാന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല. ഒരു തവണ നിങ്ങൾ ചെയ്തു നോക്കാം, പറയാം ബബ്ബ അടിക്കും നിങ്ങൾക്ക്. അത്രയും പാടാണ് കമൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ. അത് സ്വന്തം വോയിസിൽ ഡബ് ചെയ്തൊരു പടമാണ് കല്യാണി ഡിസേർവ്സ് ആൻ അപ്രീസിയേഷൻ. പക്ഷെ ഭയങ്കര ബ്ലൈൻഡ് ഹേറ്റഡ് കല്യാണിയോട് ആൾക്കാർ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ആ സിനിമ ആക്ച്വലി തരക്കേടില്ലാത്തൊരു സിനിമയായിട്ട് തോന്നിയാണ്. ഒരു ഓവർ ക്യൂട്ട്നെസ് കാണിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കുറേ പേര് നമ്മുടെ രശ്മിക വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ രശ്മികയുടെ അടുത്ത് ഈ ഹേറ്റ് കാണിക്കുന്നുണ്ട്. കുറേ പേര് അനന്യ പാണ്ഡ്യയുടെ അടുത്ത് കാണിക്കുന്നത്. എന്ത് കാര്യമായിരിക്കണം, അവരങ്ങനെ ആയിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഹേറ്റ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കത് ക്യൂട്ടായിട്ട് തന്നെ തോന്നണം. എനിക്കിതുവരെ അങ്ങനെ ഓവർ ക്യൂട്ട്നെസ് ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആസ് ലോങ് ആസ് വെറുപ്പിക്കൽ ആവാതിരുന്നാൽ മതി. എനിക്ക് വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ മെയിൽ, അവൃത് മേനോൻ. പാച്ചുവും അത്ഭുത വിളിക്കും. ഓ, ആ പയ്യൻ. ഓക്കെ. സിനിമ ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടാണ്. ഫാദറിനെ നല്ലൊരു സിനിമയായിട്ട് ഫീൽ ചെയ്തത്. ഇവൻ അതിൽ അഭിനയിച്ച ആ ആക്ട്രസ്, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഐ ഡോണ്ട് നോ ഹർ നെയിം, പക്ഷേ ആൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ടെർബോയിലും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ടെർബോയിലുള്ള എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ പാച്ചുവിൽ പുള്ളിക്കാരിയുടെ അഭിനയം നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ഫീമെയിൽ, ശ്രീഷ്മ ചന്ദ്രൻ, പൊമ്പളെ ഒരുമൈ. ഞാൻ ആ സിനിമ കണ്ടതാ. എന്നോട് നമ്മുടെ തിരുവനന്തപുരം വേണു ബ്രോ പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമ കണ്ടതായിരുന്നു. ഉയ്യോ, അത് കിടില്ല. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നിങ്ങൾ ആ സിനിമ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടാ. അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഒരു വല്ലാത്ത രീതിയിലാണ്, പക്ഷെ കിടിലം പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത പടമാണ്. ഞാൻ തിയേറ്ററിലല്ല അത് കണ്ടത്. എനിക്കൊന്നും അത് OTT മാത്രം റിലീസ് ചെയ്തെന്ന് തോന്നുന്നു. തിയേറ്ററിൽ ഇറങ്ങിയാന്ന് എനിക്കറിയില്ല. ഞാൻ OTTയിലാണ് അത് കണ്ടത്. ഒരു വെറൈറ്റി പടമായിരുന്നല്ലേ, ഒരു വൻ വെറൈറ്റി. ഈ സംശയരോഗം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്താണെന്ന് റിവീൽ ചെയ്യുന്നില്ല. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് കണ്ടിരിക്കുന്ന പാടാം. ഒരു ഭയങ്കര ലോ ക്വാളിറ്റി മേക്കിങ്ങിലാണ് ആ സിനിമ പോണത്. പക്ഷേ ടുവേർഡ്സ് എൻ്റെ കിടിലം പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. നല്ല പടമായിരുന്നു അത്. ഇതിനെ സർപ്രൈസ് ചെയ്തിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇറ്റ് വാസ് ആക്ച്വലി വെൽ ഡിസേർവിങ്. നല്ലൊരു റോളായിരുന്നു ആക്ച്വലി. ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് മെയിൽ, വിജയരാഘവ്, പൂക്കാലം. എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഡയറക്ടർ, ഗണേഷാണ് എൻ്റെ ഡയറക്ടർ. പക്ഷെ സിനിമ എനിക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയല്ല, പക്ഷേ
ചേട്ടൻ്റെ വിജയരാഘവൻ ചേട്ടൻ്റെ ആക്ടിങ് വേറെ സീനായിരുന്നു. പുള്ളിയേക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള ഒരു ക്യാരക്ടർ പുള്ളി നിസാരമായിട്ട് പുഷ്പം പോലെ ചെയ്തൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഐ ആം സോ ഹാപ്പി. അവനെ വിളിച്ച് പറയണം. അവൻ തന്നെയാണ് ആനന്ദൻ ഡയറക്ട് ചെയ്തത്. അവൻ ഓൾറെഡി ഒരുപാട് സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടത്തെ മറയത്ത് നിന്ന് തുടങ്ങി ജേക്കബിന്റെ സ്വർഗരാജ്യം, ബാംഗ്ലൂർ ഡേയ്സ്, തിര, ഇതെല്ലാം അവൻ അസിസ്റ്റ് ചെയ്ത ഒരു ആളാണ് ഗണേഷ് രാജ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ആനന്ദത്തിന്റെ ഡയറക്ടറാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അവൻ ഫിസാറ്റിലാണ് പഠിച്ചതൊക്കെ. സോ ഹാപ്പി ഫോർ യുഡാ. പൂക്കാലത്തിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന്, അതും വെൽ ഡിസർവിംഗ് ആയിട്ടുള്ള വിജയരാഘവൻ ചേട്ടൻ തന്നെ അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ മെയില് വിദ്യാധരൻ മാസ്റ്റർ. ജനനം 1947, പ്രണയം തുടരുന്നു. ആ പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ നോ കമൻസ്. ഞാൻ കണ്ടിട്ട് പറയാം. ആ പാട്ടും ഞാൻ കേട്ടിട്ടില്ല. ഇത് ഏത് പാട്ടാന്നൊരു പിടുത്തമില്ല. ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ഫീമെയില് ആൻ ആമി. തിങ്കൾ പൂവിൻ പാച്ചുവിൻ അത്ഭുതവിളക്കും. അത് കിട്ടിലും പാട്ടായിട്ടെ. തിങ്കൾ പൂവിൻ ഇതളവൾ. കിട്ടിലും പാട്ടായിരുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ പാടുമ്പോൾ തന്നെ രോമാഞ്ചം വരും. അത് വെൽ ഡിസർവിങ് ആണ്. ഒരു രക്ഷയില്ലാത്ത പാട്ടായിരുന്നു. അതൊക്കെ. ആൻ ആമി ഓക്കെ, വെൽ ഡിസേർവ്ഡ്. കൺഗ്രാറ്റുലേഷൻസ് ആൻ. ഒരുപാട് തവണ ഈ പാട്ട് കേട്ട് രോമാഞ്ചം വന്നിട്ടുണ്ട് ഞാനും വൈഫും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. കിട്ടിലും പാട്ടാണ്, ഒന്നും പറയില്ല. യു ആർ വെൽ ഡിസേർവ്ഡ്. ബെസ്റ്റ് VFX ആൻഡ്രൂ ഡി ക്രൂസ് ആൻഡ് വൈശാഖ് ബാബു 2018. 2018 ആയിട്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരാളും കൂടി ഡിസർവിങ് ആണ്. ആടുജീവിതം എന്താണ് ഗ്രാഫിക്സ്, എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാകാത്ത വിധത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഷെയർഡ് ഇൻ മൈ ഒപ്പീനിയൻ. 2018 ആടുജീവിതം ഈക്വലി ഡിസർവിങ് ആണ്. ഈക്വലി ഡിസർവിങ്. അത്ര അടിപൊളിയായിരുന്നു. സെറ്റ് ഏതാ, ഗ്രാഫിക്സ് ഏതാ, ആർട്ട് വർക്ക് ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ടിലും അടിപൊളിയായിരുന്നു. 2018 കിട്ടിയ സന്തോഷം. പക്ഷേ ആടുജീവിതത്തിനും കൂടി ഷെയർ ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട് കേട്ടോ. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഹാൻഡ്സ് ഡൗൺ സുനിൽ കേസ്. കോമ്പറ്റീഷൻ ഇല്ല. ഒന്നാമത് 2023 അല്ലെങ്കിൽ 22 ശേഷം സിനിമാറ്റോഗ്രഫി വേറെ സീനിലാണ്. പക്ഷേ ഈ പുള്ളിയെ തൊടാൻ പറ്റില്ല. അമ്മാതിരി സിനിമാറ്റോഗ്രഫി. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ ആടുജീവിതത്തിൻ്റെ ടീസർ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ, ആക്ച്വലി ടീസർ വന്ന ലീക്കായതാണ്. ലീക്കായപ്പോൾ എല്ലാവരുടെ റിയാക്ഷൻ വാ വിളിച്ചിരിപ്പായിരുന്നു. നമ്മൾ ആടുജീവിതം ബെന്യാമിൻ്റെ ബുക്ക് വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ കയറിയ ഒരു വിഷ്വലാണ് ടീസറിൽ നമ്മളെല്ലാവരും കണ്ടത്. എല്ലാവരും കിളി പറിച്ചു കളഞ്ഞാണ്. അമ്മാതിരി കിടിലൻ സിനിമാറ്റോഗ്രഫി. തർക്കമില്ല, കോമ്പറ്റീഷൻ ഇല്ല. വെൽ ഡിസേർവ്ഡ്. വേറെ ആരും ഇല്ല ഈ ലെവലിൽ. ബാക്കി എല്ലാവരും ഇത് കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ അഭിപ്രായത്തിലും എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. കാരണം അതായിരുന്നു ആ ലെവലിലായിരുന്നു സിനിമാറ്റോഗ്രാഫി. ഈ സിനിമയെ ഈ ലെവലിൽ എത്തിച്ചതും ഈ പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. പുള്ളി ഇൻ്റർനാഷണൽ ലെവലിൽ വർക്കാണ് ചെയ്തു വെച്ചത്. എല്ലാവരും കിളി പാറിച്ചാണ്. അതുകൊണ്ട് തന്നെ സുനിൽ കേസ് സർ, യു ഡിസർവ് ഇറ്റ്. വേറെ ഒന്നും പറയില്ല. യു ഹാവ് നോ കോമ്പറ്റീഷൻ. അതാണ് സത്യമായിട്ടുള്ള കാര്യം. ബെസ്റ്റ് സ്റ്റോറി കാതൽ ദ കോർ. ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല സ്ഥലത്തും കാതൽ ഇറങ്ങിയപ്പോൾ നോക്കിയിരുന്നു. ഇതിൻ്റെ സ്റ്റോറി ആരാ എഴുതിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഡയറക്ടർ തന്നെയാണ് ഈ സ്റ്റോറി എഴുതിയത്. എനിക്ക് ഡൗട്ടാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ വിക്കിപീഡിയ സെർച്ച് ചെയ്ത് നോക്കി, പലയിടത്തും നോക്കിയിരുന്നു. കാതലിൻ്റെ സ്റ്റോറി എഴുതിയത് ആരാന്ന് ഞാൻ എങ്ങും കണ്ടില്ല. ഇനി ആകെ നോക്കാൻ ബാക്കിയുള്ള യൂട്യൂബ് ഇവരുടെ ട്രെയിലറിൻ്റെ അടിയിലാണ്. അവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തും ഞാൻ കണ്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാതൽ ദ കോറിൻ്റെ സ്റ്റോറി എഴുതിയത് ആരാന്ന്. സ്ക്രീൻ പ്ലേ അല്ല, സ്റ്റോറി. രണ്ടാണ്. കഥ, തിരക്കഥ, സംഭാഷണം. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്. മൂന്ന് സാധനങ്ങളാണ്. ഈ സ്റ്റോറി ആരാ എഴുതിയേക്കണേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഐഡിയ ഇല്ലട്ടോ എനിക്ക്. അപ്പോൾ ആർക്കായാലും ഹി ഡിസേർവ്സ് ഇറ്റ്. കാതൽ ദ കോറിനാണ് കിട്ടിയിരിക്കുന്നത്. കൊടുത്തതിന് ഒരുപാട് സന്തോഷം. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്യൂസ് പുള്ളിക്കൽ, കാതൽ ദ കോർ. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാതലിലായിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലപ്പോൾ അത്രയും കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള പടങ്ങളൊന്നും വേറെ ഉണ്ടായില്ലേ. എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മനസ്സിലേക്ക് കാതൽ പെട്ടെന്ന് ചാടി വന്നില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. എനിക്ക് തോന്നുന്നത് നല്ല ഫീല് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബെസ്റ്റ് കഴിഞ്ഞ കൊല്ലത്ത് 2023 ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാതലിലായിരുന്നു. ഓക്കെ. ബെസ്റ്റ് മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ വർഗീസ്. ചാവേറാ ബെസ്റ്റ് മ്യൂസിക് കമ്പോസറാ. ഇവിടെ വേറെ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല പാട്ടൊക്കെ ഉള്ളത്. ചാവേർ എന്തിനാ ബെസ്റ്റ് ഇത് കൊടുത്തത് മ്യൂസിക് കമ്പോസർ? എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല.
അതിൻ്റെ പാട്ടൊന്നും ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതിനകത്ത് എന്തുകൊണ്ടാണ് ആ ഫോക്ലോർ ടൈപ്പ് പാട്ട് ചെയ്തതിനാണ്. ഇത് വേറെ പാടൊന്നും ഉണ്ടായിരുന്നില്ലേ നല്ലത്? ഇതെന്തോന്നടേ? അപ്പം ആടുജീവിതത്തിൽ പാട്ടൊക്കെ ചെയ്ത എ റഹ്മാൻ ആരായി? ഇത്രയും കിടിലും പാട്ടൊക്കെ അല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത്? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത്? അതെനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കണല്ലോ കേട്ടോ, സത്യം പറയാല. ഇത് ഏത് വകയിലാണ് അത് കൊടുത്തത്? ബെസ്റ്റ് അഡാപ്റ്റർ സ്ക്രീൻ പ്ലേ പ്ലസ് ഈ ആടുജീവിതം. ഒന്നും പറയാനില്ല. വെൽ ഡിസേർവ്ഡ്. വേറെ ഒന്നും അതിൽ പറയാനില്ല, നോ തർക്കം. ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർ ഫാസിൽ റസാഖ്. അത് ഏത് പടമൊന്നും കാണിക്കുന്നില്ലല്ലോ. ഫാസിൽ റസാഖ്. അപ്പം ഏറ്റവും ആദ്യമായിട്ട് എന്താണ് ഇരട്ടെടുത്ത രോഹിത് ആരായി? രോഹിത്തിനല്ലേ അത് കൊടുക്കേണ്ടത്? ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർ രോഹിത് അല്ലേ ഒരു വിധത്തിൽ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ? അതെന്താണ് ഫാസിൽ റസാഖ്? അത് ഏത് പടവും ഒരു പിടുത്തവും ഇല്ലല്ലോ. പടം ഏതാണെന്നും കൂടി കാണിച്ചിട്ടില്ല. അറിയാമെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ. ബെസ്റ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റ്, കൈ വെച്ച് നോക്കട്ടെ, ഇത് മാറി കളിക്കുന്നത്. ഡബ്ബിങ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു ഉള്ളൊഴുക്ക്. അർജുന് വേണ്ടിയിട്ട്. കൊള്ളാം. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിങ്കായിരുന്നു പുള്ളിയുടെ അർജുൻ്റെ വോയിസ് അല്ലാന്ന് ആരും പറയില്ല. ആ രീതിയിലാണ്. അർജുനെ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, സോണി ലിവിലുള്ള നമ്മുടെ അബ്ദുൽ കലാമായിട്ട് മറ്റേ റോക്കറ്റ് ബോയ്സിൽ അഭിനയിച്ച മച്ചാനാണ് പുള്ളി. തന്നെ കണ്ണൂർ സ്കോഡിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അർജുൻ ഫുൾ നെയിം എനിക്കറിയില്ല. അർജുൻ രാധാകൃഷ്ണനാണ്, അങ്ങനെ അല്ല, അത് അക്ഷയ രാധാകൃഷ്ണനല്ലേ? ആ പേര് പറഞ്ഞു, എന്തായാലും തെറ്റിച്ച് പറയാനുള്ള. അർജുനാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അടിപൊളി റോളായിരുന്നു. ബെസ്റ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഫീമെയിൽ സുമംഗല ശ്രീജന്മം പുണ്യജന്മം എന്നായിരുന്നു. സോറി, ജനനം 1947 പ്രണയം തുടരുന്നു. ഞാൻ ഇതുവരെ പടം കണ്ടിട്ടില്ല, നോ കമൻസ്. അതുകൊണ്ട് ശ്രീജന്മം പുണ്യജന്മം ആ പഴയ സീരിയലോ വന്നത്, അതാണ് ഇടയ്ക്ക് കയറി വന്നത്. ബെസ്റ്റ് കോസ്റ്റ്യൂം ഫെമീന ജബ്ബാർ, ഓ ബേബി. അത് ബെസ്റ്റ് കോസ്റ്റ്യൂം ഓ ബേബി ഞാൻ പടം കണ്ടാണ്. നല്ല സിനിമയായിരുന്നു, പക്ഷേ ഇച്ചിരി സ്ലോ ആയിരുന്നുള്ള കുഴപ്പമുള്ളൂ. അതിലെന്താ ബെസ്റ്റ് കോസ്റ്റ്യൂം കൊടുക്കാൻ മാത്രം? അപ്പോൾ ആടുജീവിതം കോസ്റ്റ്യൂം ചെയ്ത സ്റ്റെഫി സേവ്യർ, നമ്മുടെ മധുര മനോഹര മോഹത്തിൻ്റെ ഡയറക്ടർ, പുള്ളിക്കാരിയല്ലേ വേറെ ലെവലിൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പോലെ നോക്കുമ്പോഴേക്കും എനിക്ക് ആ മധുര മനോഹര മോഹൻ സിനിമ ഇഷ്ടപ്പെട്ടതാണ്. പുള്ളിക്കാരി തന്നെയാണ് ഗപ്പിയുടെ ഒക്കെ കോസ്റ്റ്യൂം ചെയ്തത്. അടിപൊളിയായിരുന്നു ആടുജീവിതത്തിൽ. ഇതെന്തുവാടെ മ്യൂസിക് കമ്പോസറും ഇതൊക്കെ എന്താണ് തെറ്റിപ്പോയി തവണ? ശരിക്കും പറഞ്ഞാൽ സ്റ്റെഫി സേവിയർ ഡിസേർവ്സ് ഇറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഫോർ ആടുജീവിതം. ബെസ്റ്റ് കോസ്റ്റ്യൂം എനിക്ക് ഫീൽ ചെയ്തേക്കണത് സ്റ്റെഫി സേവിയർ ആണ്. ഈ പറഞ്ഞ ഓ ബേബിയിൽ എന്തുകൊണ്ടാണ് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത് എനിക്കങ്ങനെ മനസ്സിലാവണല്ലോ കേട്ടോ. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ രോഹിത് MG ഇരട്ട. ഇത് ഞാൻ നേരത്തെ വായിച്ചതല്ലേ, അത് ചാടിപ്പോയപ്പോൾ എന്തോ വന്നാണ് കേട്ടോ. രോഹിത് വെൽ ഡിസേർവിങ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ. അമ്മൊരു സാധനം വരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 10 മിനിറ്റ് ആ പാട്ടില്ലേ താരാട്ടായി, അത് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ചിൽസാണ്, എനിക്ക് ട്രോമയാണ് ആ പാട്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാന്ന് നിങ്ങളൊന്ന് പറ. ഇരട്ട സിനിമ ഉണ്ടല്ലേ, കണ്ടോക്കാം, അമ്മാരിക്കെല്ലാം പടമാണ്. പിന്നെ ബെസ്റ്റ് ലിറിക്സ് ഹരീഷ് മോഹനൻ, ചെന്താമര പൂവിൽ ചാവേർ. ഇത് അതിന് മാത്രം കിടിലം പാട്ടായിരുന്നാടേ? എനിക്കറിയില്ല കേട്ടോ, എനിക്കങ്ങനെ തോന്നിയില്ല. ഒരു പിടുത്തം കിട്ടുള്ളൂ. അപ്പം ഞാൻ ആടുജീവിതത്തിൽ മറ്റേ പാട്ട് പെരിയോനെ, എന്ത് കിടിലും ലിറിക്സാണ് ആ പാട്ട്. പൊന്നേ, അതിലാ അങ്ങകലെ പക്ഷെ എനിക്കറിയാമല്ലോട്ടാ ഈ അമ്മാരി കിടില ലിറിക്സ്. അതായത് ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണ് എന്നോട് കൽബിൻ മറുപ്പറ. അത് എന്ത് കിടിലായിരുന്നേ, എന്ത് കിടില പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും. അതിനകത്ത് ഗോകുൽ അത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് അമ്മാരി ലെവലിലാണ്. എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ എന്താണ് അത്. ഒരു പിടുത്തം കിട്ടണം, അതെന്താ അതിന് കൊടുക്കാഞ്ഞത്? അത് പാടിയേക്കണ ജിതിനും വേറെ സീൻ ലെവലിലാണ് പാടി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന് ബെസ്റ്റ് സിംഗർ അവാർഡ് കൊടുക്കണ്ടല്ലേ. ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി ആടുജീവിതം. നന്ദിയുണ്ട് കറക്റ്റായിട്ട് അത് കൊടുത്തതിന്. അത് ആർക്കാ വേറെ കൊടുക്കേണ്ടത്? അമ്മാരി കിടിലൻ സാധനം. അതുകൊണ്ട് അത് കൊടുത്തേ പറ്റുള്ളൂ. ആ ലെവല് സാധനമായിരുന്നു. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല, അതിന് കോമ്പറ്റീഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സെറ്റപ്പ് സാധനം വരുന്നത്. ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഭാഗം അതിൻ്റെ മേക്കപ്പ് ആയിരുന്നു.
പുള്ളി അല്ലാണ്ട് വേറെ ആരും ഡിസർവിങ് അല്ല എൻ്റെ അഭിപ്രായത്തിൽ. പുള്ളിക്ക് മറ്റേ കോമ്പറ്റീഷൻ ഇല്ല. രഞ്ജിത്ത് അമ്പാടി വെൽ ഡിസേർവ്ഡ്, ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രാഫർ ആർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൂടെ നോക്കട്ടെ കേട്ടോ, അതിലേക്ക് വരാം. ബെസ്റ്റ് സൗണ്ട് റെക്കോർഡിങ് ജയദേവൻ ചക്കാടത്ത്, അനിൽ ദേവൻ ഉള്ളൊഴുക്ക്. അപ്പോൾ ആടുജീവിതോ ആലിപ്പഴം വീഴുന്നത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? അതിൻ്റെ സൗണ്ടൊക്കെ റസൂൽ പൂക്കുറ്റി എങ്ങനെ ഒപ്പിയെടുത്തെന്ന് എനിക്കഞ്ഞ അറിയില്ല. സൗണ്ട് റെക്കോർഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളൊഴുക്കിൽ എന്താ ഇതിനും മാത്രം സൗണ്ട് റെക്കോർഡിങ് ഉള്ളത്? ശരിയാണ്, വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ. പക്ഷേ അപ്പോൾ ആടുജീവിതോടെ ആടുജീവിതത്തിനല്ലേ അത് കൊടുക്കേണ്ടത്? ആലിപ്പഴം വീഴുന്ന സൗണ്ട് എവിടെ നിന്ന് നിങ്ങൾ ഒപ്പിയെടുത്തോണ്ട് വരും? അല്ലെങ്കിൽ എന്തോരം സാധനങ്ങളുണ്ട് അതിനകത്ത്. അമ്മമാര് സൗണ്ട് ഡിസൈൻ ആയിരുന്നു ആടുജീവിതം ചെയ്തു വെച്ചിരിക്കുന്നത്. ബെസ്റ്റ് സൗണ്ട് മിക്സിങ് റസൂൽ പൂക്കുറ്റി, ശരത് മോഹൻ, ആടുജീവിതം. ഓക്കെ, അതിന് കൊടുത്തിട്ടുണ്ട്. ഇടി സൗണ്ട്, അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങിന് കൊടുക്കണ്ടേ? എനിക്കിപ്പോൾ ഡൗട്ടായി. സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറയണം കേട്ടോ. ബെസ്റ്റ് സൗണ്ട് മിക്സിങ് റസൂൽ പൂക്കുറ്റി. ഓക്കെ, എന്നാലും സൗണ്ട് റെക്കോർഡിങ് സൗണ്ട് മിക്സിങ്ങിലും. ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ അല്ല, സൗണ്ട് ഡിസൈൻ വേറെ. ഇതെന്തുവാണ് ഇത്? സൗണ്ട് റെക്കോർഡിങ്, എഡിറ്റിങ്, ഇതെന്താണ് മൊത്തം മിക്സ് ആയല്ല കുന്തം. ബെസ്റ്റ് എഡിറ്റിങ്, ഓക്കെ. ബെസ്റ്റ് സൗണ്ട് റെക്കോർഡിങ്, സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈൻ, 3. സൗണ്ട് ഡിസൈൻ ഉള്ളൊഴുക്കിന്. ഇവിടെ സൗണ്ട് ഡിസൈൻ ആടുജീവിതത്തിലാണ് കിട്ടേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. ഒന്നും തോന്നരുത്. നിങ്ങളുടെ എന്താണ് സെലക്ഷനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യണമല്ല ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അമർഷം ഞാൻ പറയണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടേണ്ടത് ആടുജീവിതത്തിനല്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ. ജയദേവൻ ചക്കാടത്ത്, അനിൽ രാധാകൃഷ്ണൻ ഉള്ളൊഴുക്ക്. ഓക്കെ, ഇഫ് യു ഗൈസ് ഡിസേർവ് ഇറ്റ്, ഓക്കെ, ഹാപ്പി ഫോർ യു, അത്ര പറയാനുള്ളൂ. ബെസ്റ്റ് ആർട്ട് ഡയറക്ഷൻ മോഹൻദാസ് 2018. എൻ്റെ കിളി പറയുന്നു പറഞ്ഞാൽ മതിയല്ലേ, അങ്ങനത്തെ അവസ്ഥയാണല്ലോ. അപ്പം അതിന് ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ ഇല്ലേടേ? അത്രയും കിടിലായിട്ടല്ലേ അതും ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ എന്തോന്ന് ഇത് ഇവിടെ നടക്കുന്നത്. ബെസ്റ്റ് ആർട്ട് ഡയറക്ഷൻ, ഓക്കെ, ആർട്ട് ഡയറക്ഷൻ ഡിസർവ്. മോഹൻദാസ് എന്ന് പറഞ്ഞ ആൾക്ക് 2018 സിനിമയ്ക്ക് അത് ഈ ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കൊണ്ടാണ്. ഫാസിൽ റസാഖിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നണത് മുകളിലൊരു ഫാസിൽ റസാഖിന് എവിടെയോ കണ്ടായിരുന്നല്ല. എന്തിനായിരുന്നു പുള്ളിക്ക് മറ്റേ ഇത് കിട്ടിയത്? ഫാസിൽ റസാഖ് ഡയറക്ടർ, ബെസ്റ്റ് ഡെബ്യൂട്ടൻ ഡയറക്ടർ ഫാസിൽ റസാഖ്. അയാൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഈ ഫാസിൽ റസാഖ് എന്തോ ചെയ്തേക്കണേ? അപ്പം ഇയാൾ ഡയറക്ടറും കൂടിയാണോ? തടവ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഫാസിൽ റസാഖിനുണ്ട്. ഇതേ ഫാസിൽ റസാഖ് തന്നെയാണ് അപ്പോൾ മറ്റേ ഇതും ചെയ്തിരിക്കുന്നത്. ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് 2018 വേണ്ടി ആണോ? അപ്പം കാരണം 2018 ഡയറക്ട് ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ് ആണല്ലോ. ബൈ ദ വേ ഹി ഓൾസോ ഡിസേർവ്സ് ബെസ്റ്റ് ഡയറക്ടർ കേട്ടോ. ഇരുപത്തി പറയുമ്പോൾ അത്രയും ഗംഭീരമായിട്ടൊരു ഫ്ലഡിനെ ബേസ് ചെയ്തൊരു പടം എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്ക് ബെസ്റ്റ് ഡയറക്ടർ എന്തുകൊണ്ടും യോഗ്യതയുള്ളതല്ലേ. ഈ വീഡിയോ ഒരു കോമഡി ആയിരിക്കും എനിക്ക് മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒറിജിനലായിട്ട് പറയുന്നതാണ്, നോ വെച്ച് കേട്ടല്ലോ ഉള്ള കാര്യം പറയുന്നതാണ്. അറിയാൻ പാടില്ലാത്ത തന്നെ ഉള്ള രീതി ആൾക്കാർ മനസ്സിലാവട്ടെ. എല്ലാം അറിയുന്ന ഒരാളാണെന്ന് ഞാൻ അഹങ്കരിക്കുന്നൊന്നുമില്ലല്ലോ. എല്ലാം അറിയുന്നത് ആരുമില്ല. അപ്പോൾ എനിക്കറിയാൻ പാടാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയുന്നത്. ബെസ്റ്റ് ഡാൻസ് കൊറിയോഗ്രാഫർ ജിഷ്ണു സുലേഖ മെൻസിൽ. ടിറമ്പിൽ അതല്ലേ? ഓക്കെ, സെറ്റ്. അത് എന്താണ് വെൽ ഡിസർവിങ് ആണ്. ബെസ്റ്റ് പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് വൈശാൽ ശിവഗണേഷ്, ആടുജീവിതം. ഓക്കെ, നോ ഡൗട്ട്, അതിൽ ഒരു തർക്കവും ഇല്ല. ഒന്നാമത് ഈ ആടുജീവിതം ഇക്കൊല്ലം ഇറങ്ങിയിട്ടും എന്താണ് ഈ സാധനം രജിസ്റ്റേർഡ് ഇൻ 2023 ആവണമാണ് ഇതിനകത്ത് വന്ന് പെട്ട സംഭവം. പിന്നെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ വിമൻ ട്രാൻസ്ജെൻഡർ പീപ്പിൾ. അങ്ങനൊരു അവാർഡുണ്ടോ? അതെന്നാലോ, അത് കൊള്ളാലോ. ഡയറക്ടർ ശാലിനി ഉഷാദേവി. എന്നെന്നും ഞാൻ പടം കണ്ടിട്ടില്ല. എന്തായാലും ശാലിനി ഉഷാദേവി, കൺഗ്രാറ്റ്സ്. ഇതൊരു വലിയ ലീപ്പാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഇങ്ങനൊരു അംഗീകാരം തരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം കേട്ടോ. എന്തായാലും സ്പെഷ്യൽ അവാർഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് ബ്രില്യൻസ് ഇൻ എനി ആസ്പെക്ട് ഓഫ് സിനിമ ആർട്ട്. അതെനിക്കറിയില്ലായിരുന്നു കേട്ടാ. വേറെ ലെവൽ. അരുൺ ചന്തു മൈ ബ്രോ, ഐ ആം സോ ഹാപ്പി മാൻ. എൻ്റെ അളിയ, ഇത് രജിസ്റ്റർ ചെയ്ത 2023 ആയിരുന്നു പടം. എൻ്റെ മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഇക്കൊല്ലം കണ്ടതിൽ ഇത് ബെസ്റ്റ് സിനിമകളിൽ ഒന്നായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കേട്ടാ. വേറെ ലെവൽ. ഗഗനചാരി ഉണ്ടായിട്ടാണ് എഡിറ്റിങ്ങിന് പിന്നെ ആർക്ക് കൊടുക്കൂടെ? എൻ്റെ പൊന്നി ഗഗനചാരിയിലെ സൗണ്ട് ഡിസൈൻ കിട്ടിട്ടുണ്ട്. ഇന്നവരെ കേൾക്കാത്ത സാധനമൊക്കെയാണ്. എൻ്റെ പൊന്നി ഈ സിനിമ ഉണ്ടായിട്ട് ഇത് എങ്ങനെയാണ് അതിനൊന്നും കിട്ടാതെ പോയത്?
ഇതെങ്കിലും കൊടുത്തല്ല, ഭയങ്കര അധികം സന്തോഷമുണ്ട്. എൻ്റെ പൊന്ന് ഗഗനചാരി വേറെ സീനെടുത്ത പടം. ഓ മാൻ, അരുൺ ചന്തു, ഐ ആം സോ ഹാപ്പി ഫോർ യു ബ്രോ, ഐ ആം സോ ഹാപ്പി ഫോർ യു. വേറെ ലെവലായിരുന്നല്ലേ ഈ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ബെസ്റ്റ് ലിറ്ററലി വർക്ക് മഴവിൽ കണ്ണിലൂടെ സിനിമ. മഴവിൽ കണ്ണിലൂടെ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല. സ്പെഷ്യൽ മെൻഷൻ KR ഗോകുൽ, താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ KR ഗോകുൽ. കാരണം ഒരു ഡെബ്യൂട്ടൻ്റ് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, ബെസ്റ്റ് മെയിൽ ഡെബ്യൂട്ടൻ്റ് ആർക്ക് കിട്ടിയത്? അങ്ങനെ ഒരു അവാർഡ് ഇല്ലേ? ബെസ്റ്റ് മെയിൽ ഡെബ്യൂട്ടൻ്റ് എന്ന് പറഞ്ഞ ആളില്ലേ? എവിടെ എന്തുവാടേ അതില്ലേ? അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ? ഡെബ്യൂട്ടൻ ആക്ടറിന് അവാർഡ് ഇല്ലേ? ബെസ്റ്റ് ആക്ടർ കൊടുക്കണം ഡെബ്യൂട്ടന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിലിം ഫെയറിലൊക്കെ അങ്ങനെ ഒരു അവാർഡ് ഉണ്ട്, അതായത് ബെസ്റ്റ് ഡെബ്യൂട്ടൻ ആക്ടർ. പണ്ട് കവനപ്പേറ ഇറങ്ങിയപ്പോൾ ബെസ്റ്റ് ഡെബ്യൂട്ടൻ്റ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സിനിമയൊക്കെ കവനപ്പേറ അടിച്ച് തൂക്കിയതാണ്. ഹൃത്തിക് റോഷൻ വന്നിട്ട് ഒരു വേറെ ലെവല് റെക്കോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. ബെസ്റ്റ് ആക്ടർ ഫിലിം ഫെയറും ബെസ്റ്റ് ഡെബ്യൂട്ടൻ്റ് ബെസ്റ്റ് ആക്ടറും കൂടി മേടിച്ചിട്ട് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഗോകുലിന് അത് കൊടുക്കണം. പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കുന്ന പോലെ തന്നെ ഗോകുലിന് അവാർഡ് കൊടുക്കണം. കാരണം അമ്മാരി റോളാണ് ഗോകുൽ ചെയ്തു വെച്ചിരുന്നത്. അമ്മാരി റോളാണ് ഗോകുൽ ചെയ്തത്. അത് തീർച്ചയായിട്ടും ഹി ഡിസേർവ്സ് ആൻ അവാർഡ്. പിന്നെ വേറെന്താ? സ്പെഷ്യൽ മെൻഷൻ കൃഷ്ണൻ ജൈവം. ഒരു പെടുത്തൂല്ല ആരാണെന്ന് കേട്ടോ. അറിയാൻ പാടാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറയുന്നതിന് ഒന്നും തോന്നരുത്, നിങ്ങളാരും വിരോധമൊന്നും തോന്നരുത്. ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താ സംഭവം എന്നുള്ള. സ്പെഷ്യൽ മെൻഷൻ സുധി കോഴിക്കോട് കാതൽ കോൾ. ഇതാണ് ഞാൻ പറഞ്ഞ മച്ചൻ. അതിനകത്ത് മമ്മൂക്കയുടെ ആ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് ഗേ ആയിട്ട് അഭിനയിച്ച ആൾ ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു. പുള്ളി അമ്മാതിരി ലെവൽ അഭിനയമായിരുന്നു. കിടിലൻ സാധനം. ഓ, വേറെ ലെവൽ അഭിനയമായിരുന്നു പുള്ളി. ആക്ച്വലി ഈ ഡിസേർവ്സ് എ ബെസ്റ്റ് സപ്പോർട്ടിങ് റോൾ. അത്രയും പൊളിയായിരുന്നു. എനിവേസ് കിടിലൻ. എന്തായാലും സംഭവമൊക്കെ നല്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് യോജിപ്പില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ. അന്നും പറഞ്ഞിട്ട് ഞാൻ അവരെ എന്താ പറയുക കളിയാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവരെ ഒപ്പോസ് ചെയ്യുകയോ ചെയ്യുന്നതൊന്നുമല്ല. എൻ്റെ അഭിപ്രായം അതിൽ നിന്ന് വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഓണസ്റ്റായിട്ട് എൻ്റെ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. ഇവിടെ അത് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ള കമൻറ്റ് ചെയ്യുക. എന്തായാലും സോ ഹാപ്പി ഫോർ ദ വിന്നേഴ്സ് ആൻഡ് സോ സാഡ് സം ഓഫ് ദം ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗഗനചാരി എനിക്ക് ഭയങ്കര വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ വിചാരിച്ചത് അത് ഈക്വലിനെ രജിസ്റ്റർ ചെയ്ത പടാന്നാണ്. ഓ മാൻ, ഓഫ്, ഭയങ്കര സന്തോഷം കേട്ടോ. അരുൺ ചന്തുവും ബ്രോ, ഐ ആം സോ ഹാപ്പി ഫോർ യു മാൻ. അത്ര പറയാനുള്ളൂ. കിട്ടിലും പടമായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി അത് എന്നാ OTT വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ തിയേറ്ററിൽ കാണേണ്ട പടം വരുന്നത് വേറെ ലെവല്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും സൂപ്പറാണെന്നൊന്നും പറയാനില്ല. എനിക്കൊന്നും എതിർപ്പായിട്ട് അങ്ങനെ തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ. എതിർപ്പ് എന്നുള്ള രീതി ആകെ എനിക്ക് ചാവേറാണ് അങ്ങനെ തോന്നിയുള്ളൂ. വേറെ ഒന്നും അങ്ങനെ തോന്നണില്ല. ഇത്രേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാനും പാടില്ലല്ലോ. ചാവേർ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ആ കാര്യം പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത്. പിന്നെ സോറി, ഇതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങൾ പാളിപ്പോയായിരുന്നു. അത് വേറെ ഒന്നുമല്ല, അത് കുറച്ച് കൺഫ്യൂഷൻ ഈ അവാർഡ്. കാരണം ചില സിനിമകൾ ഇക്കൊല്ലോണം ഇറങ്ങണമെങ്കിലും അത് ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ആട്ടം എന്നുള്ള സിനിമ കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഇത് ഇറങ്ങിയത് ജാനുവരിയിലേക്കാണ്. അപ്പോൾ ആടുജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയൊന്നും മനസ്സിലായില്ല. കഴിഞ്ഞ കൊല്ലം രജിസ്റ്റർ ചെയ്ത് പക്ഷേ ഇക്കൊല്ലോണം ഇറങ്ങിയത്. ഇറ്റ് ഹാപ്പൻസ്. എനിവേസ് ഹാപ്പി ഫോർ ആടുജീവിതം ആൻഡ് ഗഗനചാരി സോ മച്ച് ആൻഡ് ഫോർ ഇരട്ട ആൻഡ് ഫോർ ജോജി ചേട്ടൻ. ഒരു ബെസ്റ്റ് ആക്ടറോ അല്ലെങ്കിൽ ഒരു അത് കിട്ടേണ്ടതായിരുന്നല്ലേ. ബെസ്റ്റ് ക്രിട്ടിക് ആക്ടർ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിരുന്നു. കാരണം അത്രയും കിടിലായിട്ടാണ് ഇരട്ട ചോദിച്ചിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിവേസ് ഞാൻ നേരത്തെ ഒരു സന്തോഷത്തെ പറ്റി പറഞ്ഞല്ലോ, അത് വേറെ ഒന്നുമല്ല. നാഷണൽ അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം തീർന്നിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഞാൻ ഇടാം കേട്ടോ. നാഷണൽ അവാർഡ് വരുമ്പോൾ എൻ്റെ ടൈമേ ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം കേട്ടോ. കാരണം ഹിസ് വർക്ക് ഷുഡ് നോട്ട് ബി ഗോൺ നോട്ടിസ്ഡ്. കാരണം അത്രയും കിടിലായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ജോജി ചേട്ടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടന്മാരിൽ ഒരാളാണ്. എനിവേസ് ഹോപ്പിംഗ് ഫോർ ദ നാഷണൽ അവാർഡ്. അവിടെയും ഒരു സങ്കടമുണ്ട്. മമ്മൂക്കയുണ്ട്, നമ്മുടെ ജോജി ചേട്ടനും ഉണ്ട്, പിന്നെ കാണ്ടാരയില മച്ചാനും ഉണ്ട്. മിക്കവാറും ഋഷഭ് ഷെട്ടി കൊണ്ടുപോകും. കാരണം അതൊരു ദൈവീകമായ ഒരു വേറെ ലെവൽ, ഒരു എന്താ പറയുക, ഒരു പരകായ പ്രവേശന ലെവൽ സാധനം ഇടുന്നത്. അതിനെ വെട്ടിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അതിന് കൊടുക്കേണ്ടതാണ്, അതിന് കിട്ടേണ്ടതാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവാർഡ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബെസ്റ്റ് നടനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഐ ഹോപ്പ് ഋഷഭ് ഷെട്ടി വിൻസ്. കാരണം എന്തോ ഒരു പടിക്ക് എനിക്ക്
പുള്ളിയുടെ ആ ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണെങ്കിൽ പോലും. കാരണം മുഴുവൻ സിനിമ എന്നുള്ള രീതിയിലല്ലേ. ഇപ്പം ആന്റണി ഹോപ്കിൻസ് എന്ന് പറഞ്ഞ നടന് ഫുള്ള് സൈലൻസ് ഓഫ് ദി ലാംസിൽ എന്താണ് ഒരു സ്ക്രീൻ ടൈം നോക്കുകയാണെങ്കിൽ പുള്ളി 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ അമ്മാതിരി ലെവൽ ആക്ടിങ് ആയിരുന്നു. അതിനാണ് ഓസ്കർ ബെസ്റ്റ് നടൻ കിട്ടിയത്. അപ്പോൾ എത്ര നേരം അഭിനയിക്കുന്നുള്ളതല്ല, ആ ഉള്ള എത്ര നേരം എന്ത് ലെവലിൽ അഭിനയിച്ചിരിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഋഷഭ് ഷെട്ടി ഫോർ ദാറ്റ് റീസൺ ഇൻ മൈ മൈൻഡ് ഹി ഈസ് ദ വിന്നർ. അതിനെ വലിയൊന്നും ഒരു പെർഫോമൻസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിവേസ് ഓക്കെ.